ഇനി നമുക്ക് സ്വന്തം സൗന്ദര്യത്തിൽ അഹങ്കരിച്ച ഒരു റോസാപ്പൂവിൻ്റെ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു വലിയ കാട്ടിനുള്ളിൽ വസന്തകാലത്ത് ഒരു റോസാപ്പൂ വിരിഞ്ഞു. റോസാപ്പൂവിനെ കണ്ട് അടുത്തു നിന്ന മരങ്ങൾ പറഞ്ഞു, നോക്കൂ, ആ പൂവ് എത്ര സുന്ദരിയാണ്. റോസാപ്പൂ തലയുയർത്തി ചുറ്റും നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഈ കാട്ടിലെ സുന്ദരി എന്ന് തോന്നുന്നു. ഇത് കേട്ട് സൂര്യകാന്തിപ്പൂ പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഈ കാട്ടിൽ ഒരുപാട് നല്ല പൂക്കളുണ്ട്. നീ അതിലൊന്ന് മാത്രമാണ്. അപ്പോഴാണ് റോസാപ്പൂ തൻ്റെ അടുത്ത് ഒരു കള്ളിമുൾ ചെടി നിൽക്കുന്നത് കണ്ടത്. ദേഹം മുഴുവൻ മുള്ളുകളുള്ള കള്ളിമുൾ ചെടിയെ അവൾക്ക് ഇഷ്ടമായില്ല. അവൾ സൂര്യകാന്തിയോട് പറഞ്ഞു, ആ ചെടിയെ നോക്കൂ, അതിൻ്റെ ദേഹത്ത് മുഴുവൻ മുള്ളുകളാണ്. അതിനെ കാണാൻ ഒരു ഭംഗിയുമില്ല. ഇത് കേട്ട് സൂര്യകാന്തി പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്? നിനക്കും മുള്ളുകളുണ്ടല്ലോ. അവൾ തൻ്റെ വേരുകൾ മുൾച്ചെടിയുടെ അടുത്തു നിന്നും മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവൾക്കതിന് സാധിച്ചില്ല. വസന്തകാലം കഴിഞ്ഞു. വേനൽക്കാലം തുടങ്ങി. കടുത്ത വേനലിൽ ആ കാട്ടിലെ പക്ഷികളും മരങ്ങളും മൃഗങ്ങളുമെല്ലാം വെള്ളം കിട്ടാതെ വലഞ്ഞു. നമ്മുടെ റോസാ ചെടിയും വെള്ളം കിട്ടാതെ വിഷമിച്ചു. അപ്പോഴാണ് അവളൊരു കാഴ്ച കണ്ടത്. കുറെ കുഞ്ഞു കുരുവികൾ മുൾച്ചെടിയിൽ അവരുടെ കൊക്കുകൾ കുത്തി നിർത്തുന്നത് കണ്ടു. അവൾ സൂര്യകാന്തിപ്പൂവിനോട് തൻ്റെ സംശയം ചോദിച്ചു, ഈ കുരുവികൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ സൂര്യകാന്തിപ്പൂ പറഞ്ഞു, അവർ കള്ളിമുൾച്ചെടിയിൽ നിന്നും വെള്ളം കുടിക്കുകയാണ്. വേണമെങ്കിൽ നിനക്കും അതിൽ നിന്ന് കുടിക്കാം. താൻ കള്ളിമുൾച്ചെടിയെ കളിയാക്കിയതോർത്ത് അവൾ വല്ലാതെ ദുഃഖിച്ചു. തനിക്കും അല്പം വെള്ളം തരാമോ എന്ന് ചോദിച്ചു. കള്ളിമുൾച്ചെടി സന്തോഷത്തോടെ റോസാപ്പൂവിന് ആവശ്യമുള്ളത്ര വെള്ളം കുടിക്കാൻ കൊടുത്തു. അതിൽ പിന്നെ ഒരിക്കലും അവൾ ആരെയും കളിയാക്കിയിട്ടേയില്ല. ഈ കഥയിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. ആരെയും അവരുടെ രൂപത്തിൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കാൻ പാടില്ല.